പ്രിയ വിദ്യാർത്ഥികളെ, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബാങ്കുമായിട്ട് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അവരുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൽ രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ അവരുടെ ലെഡ്ജർ ബുക്കിൽ നമ്മുടെ പേരിൽ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെയും ഈ ബിസിനസ്സും ബാങ്കുമായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് അവർ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു കോപ്പി അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ രൂപത്തിൽ നമുക്ക് അതല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസും ബാങ്കിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമുള്ള അതല്ലെങ്കിൽ പാസ്ബുക്കിൽ കാണിക്കുന്ന ബാങ്ക് ബാലൻസും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസിന് ചില കാരണങ്ങളുണ്ടാവും. അങ്ങനെ ഈ രണ്ട് ബുക്കുകളും തമ്മിൽ കമ്പയർ ചെയ്ത് ആ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. ആ കാരണങ്ങൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതി തയ്യാറാക്കും. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതെങ്കിലും ഒരു ബുക്കിലെ ബാലൻസിൽ നിന്ന് തുടങ്ങി ദെൻ അടുത്ത ബുക്കിലെ ബാലൻസിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു. അതിൽ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് തുടങ്ങി പാസ്ബുക്ക് ബാലൻസിൽ അവസാനിക്കുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് എഴുതി, അതിനോടുകൂടെ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനുള്ള സാഹചര്യങ്ങൾ പ്ലസ് എമൗണ്ട് കോളത്തിലും ക്യാഷ് ബുക്ക് ബാലൻസ് പാസ്ബുക്ക് ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാനുള്ള സാഹചര്യങ്ങൾ മൈനസ് എമൗണ്ട് കോളത്തിലും എഴുതിയിട്ടാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയാക്കിയത്. ഇന്ന് ഒരു ഇലുസ്ട്രേഷനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഇലുസ്ട്രേഷനിൽ ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത്. ആ ബാലൻസിൽ നിന്നാണ്, ആ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അത് പാസ്ബുക്ക് ബാലൻസിലാണ് അവസാനിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് ഒന്നുകൂടി പരിചയപ്പെടാം. ആദ്യം റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഹെഡിങ് എഴുതണം. അതിനുശേഷം സീരിയൽ നമ്പർ 1 ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. കഴിഞ്ഞ ഇലുസ്ട്രേഷനിൽ നമ്മൾ ചെയ്തത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് എപ്പോഴാണ് വരുന്നത്? ക്യാഷ് ബുക്കിലെ പേയ്മെൻറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലെ എമൗണ്ട് ക്യാഷ് ബുക്കിലെ റെസിപ്റ്റ് സൈഡിലെ ബാങ്ക് കോളത്തിലെ എമൗണ്ടിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കിലുള്ള ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയോ പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്യുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് വരുന്നത്. അത് അൺഫേവറബിൾ ബാലൻസ് ആണ്. അങ്ങനെ അൺഫേവറബിൾ ബാലൻസ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ ബാലൻസ് വെച്ചാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നതെങ്കിൽ ആ അൺഫേവറബിൾ ബാലൻസ് കാണിക്കേണ്ടത് മൈനസ് എമൗണ്ട് കോളത്തിലാണ്. ബാലൻസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് എമൗണ്ട് കോളത്തിലാണ് നേരത്തെ കാണിച്ചത്. ഇവിടെ അൺഫേവറബിൾ ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. ആ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് കാണിക്കേണ്ടത് മൈനസ് എമൗണ്ട് കോളത്തിലാണ്. അതിനുശേഷം വരുന്ന പ്ലസ് എമൗണ്ട് കോളത്തിൽ വരുന്ന കോസസുകൾക്കോ മൈനസ് എമൗണ്ട് കോളത്തിൽ വരുന്ന കോസസുകൾക്കോ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അത് വീണ്ടും ചർച്ച ചെയ്യുന്നില്ല. അതൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് പോകാം. ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനുള്ള സാഹചര്യങ്ങളാണ് പ്ലസ് എമൗണ്ട് കോളത്തിൽ വരുന്നത്. ക്യാഷ് ബുക്ക് ബാലൻസ് കൂടാനുള്ള സാഹചര്യങ്ങൾ പാസ്ബുക്ക് ബാലൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുന്ന സാഹചര്യങ്ങളാണ് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുന്നത്. പ്ലസ് ചെയ്യേണ്ട കോസസും മൈനസ് ചെയ്യേണ്ട കോസസും എല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ എമൗണ്ട് കോളങ്ങൾ ബാലൻസ് ചെയ്യണം. മൈനസ് എമൗണ്ട് കോളാണ് കൂടുതൽ വരുന്നതെങ്കിൽ ആ ടോട്ടൽ പ്ലസ് എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടലായിട്ടും രേഖപ്പെടുത്തണം. അതിനുശേഷം ബാലൻസ് ചെയ്യണം. അപ്പോൾ മൈനസ് എമൗണ്ട് കോളം പ്ലസ് എമൗണ്ട് കോളത്തേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. പ്ലസ് എമൗണ്ട് കോളാണ് മൈനസ് എമൗണ്ട് കോളത്തേക്കാൾ കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബാലൻസ് ആണ്. ഇനി നമുക്കൊരു ഇലുസ്ട്രേഷൻ ചെയ്യാം. ഓൺ മാർച്ച് 31, 2017, രാകേഷ് ഹാഡ് ആൻ ഓവർ ഡ്രാഫ്റ്റ് ഓഫ് ₹8,000 ആസ് ഷോൺ ബൈ ഹിസ് ക്യാഷ് ബുക്ക്. ഇപ്പോൾ രാകേഷിന് അയാളുടെ ക്യാഷ് ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റ് ആണ്. എന്നാൽ ക്യാഷ് ബുക്ക് ബാങ്ക് കോളം ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത് ഓൺ 31 March 2017.
Checks amounting to rupees 2000 had been paid in by him but were not collected by the bank. Then ഈ മാർച്ച് മാസത്തിൽ 2000 രൂപയുടെ ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ബട്ട് അതെന്ത് ചെയ്തിട്ടില്ല? ഇറ്റ് ഈസ് നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. He issued checks of rupees 800 which were not presented to the bank for payment. ഈ മാർച്ച് മാസത്തിൽ 800 രൂപയുടെ ചെക്ക് ഒരു സപ്ലയർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഈ മാർച്ച് മാസം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും ആ ചെക്ക് എവിടെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല? നമ്മുടെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. There was a debit in his passbook of rupees 60 for interest. ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 60 രൂപ ഇൻട്രസ്റ്റ് അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എഴുതിയിട്ടുണ്ട്, പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 60 രൂപ അവർ കുറച്ച് എഴുതിയിട്ടുണ്ട്, ഒരു ചാർജാണ്. There was a debit in his passbook of rupees 100 for bank charges. അതുപോലെ തന്നെ ബാങ്ക് ചാർജസ് എന്ന് പറയുന്ന ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ഐറ്റം അവർ നമ്മുടെ പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും എമൗണ്ട് അവർ കുറച്ച് എഴുതിയിട്ടുണ്ട്. പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനിയൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് തയ്യാറാക്കുന്നത്. ഇവിടെ നമുക്കൊരു ബാലൻസ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഏതാണ്? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇപ്പോൾ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം തുടങ്ങുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഓൺ മാർച്ച് 31, 2017, രാകേഷ് ഹാഡ് ആൻ ഓവർ ഡ്രാഫ്റ്റ് ഓഫ് rupees 800 ആസ് ഷോൺ ബൈ ഹിസ് ക്യാഷ് ബുക്ക്. സ്റ്റാർട്ടിംഗ് ഫ്രം ക്യാഷ് ബുക്ക് ബാലൻസ് ദാറ്റ് ഈസ് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് എൻഡ്സ് അറ്റ് പാസ്ബുക്ക് ബാലൻസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് തുടങ്ങി ഇനി എവിടെ അവസാനിക്കണം? പാസ്ബുക്ക് ബാലൻസിലാണ് അവസാനിക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങാം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിസ്റ്റർ രാകേഷ് ഓൺ മാർച്ച് 31, 2017. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. എമൗണ്ട് എവിടെ എഴുതണം? അൺഫേവറബിൾ ബാലൻസ് ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്, അത് കാണിക്കേണ്ടത് മൈനസ് എമൗണ്ട് കോളത്തിലാണ്. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? ചെക്സ് എമൗണ്ടിങ് ടു rupees 2000 ഹാഡ് ബീൻ പെയ്ഡ് ഇൻ ബൈ ഹിം ബട്ട് വെയർ നോട്ട് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. 2000 രൂപയുടെ ചെക്ക് ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും അത് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് ബുക്കിൽ 2000 രൂപ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. rupees 2000 ആഡഡ് ഇൻ ക്യാഷ് ബുക്ക് വെൻ ദ ചെക്ക് ഈസ് ഡെപ്പോസിറ്റഡ്. നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് പാസ്ബുക്ക് ബാലൻസിലേക്കാണ് പോകുന്നത്. 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്ന് എങ്ങോട്ട് എത്തണം? പാസ്ബുക്കിലേക്ക് എത്തണം. ക്യാഷ് ബുക്കിലെ ബാലൻസ് പാസ്ബുക്ക് ബാലൻസിനേക്കാൾ കൂടാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു കോസാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണം? 2000 രൂപ മൈനസ് എമൗണ്ട് കോളത്തിലാണ് എഴുതേണ്ടത്. ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും കമ്പയർ ചെയ്യുമ്പോൾ ഈ കോസ് എന്തിന് കാരണമാക്കിയിട്ടുണ്ട്? ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലും പാസ്ബുക്ക് ബാലൻസ് കുറയാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം? മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ചെക്സ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് rupees 2000. അടുത്ത കോസാണ് ഹി ഇഷ്യൂഡ് ചെക്സ് ഓഫ് rupees 800 വിച്ച് വെർ നോട്ട് പ്രസൻറ്റഡ് ടു ദ ബാങ്ക് ഫോർ പേയ്മെൻറ്റ്. 800 രൂപയുടെ ചെക്ക് ഒരു സപ്ലയർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു പേയ്മെൻ്റ് ആണ് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? rupees 800 റെഡ്യൂസ്ഡ് ഇൻ ക്യാഷ് ബുക്ക് വെൻ ചെക്ക് ഈസ് ഇഷ്യൂഡ്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ബുക്ക് പ്രകാരം ബാലൻസ് നമ്മൾ കുറച്ച് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ നമ്മൾ അത്രയും എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടങ്ങുന്നത് ക്യാഷ് ബുക്കിൽ നിന്നാണ്, പാസ്ബുക്കിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ക്യാഷ് ബുക്ക് പ്രകാരം 800 രൂപ പേയ്മെൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറവാണ്. അപ്പോൾ ഈ കോസ് എന്തിന് കാരണമാക്കിയിട്ടുണ്ട്? ക്യാഷ് ബുക്ക് ബാലൻസ് കുറവാണ് കമ്പയർഡ് ടു പാസ്ബുക്ക് ബാലൻസ്. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്ലസ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ പ്ലസ് എമൗണ്ട് കോളത്തിലാണ് ഈ കോസിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് rupees 800. ക്യാഷ് ബുക്ക് ബാലൻസ് കുറയാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അത് എവിടെ രേഖപ്പെടുത്തിയത്? പ്ലസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തിയത്. ദെൻ ദർ വാസ് എ ഡെബിറ്റ് ഇൻ ഹിസ് പാസ്ബുക്ക് ഓഫ് rupees 60 ഫോർ ഇൻട്രസ്റ്റ്. 600 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് നമ്മുടെ പാസ്ബുക്കിൽ അവർ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ
ഡെപ്പോസിറ്റ് കുറയാനുള്ള ഒരു കാരണമാണ്, ഓവർഡ്രാഫ്റ്റ് കൂടാനുള്ള കാരണമാണ്. അതേസമയം അതിനെ നമുക്ക് എങ്ങനെ കാണാം? ബാലൻസ് കുറയാനുള്ള ഒരു കാരണമാണ്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ₹60 റെഡ്യൂസ്ഡ് ഇൻ പാസ്ബുക്ക് ആസ് ഇൻട്രസ്റ്റ്. പാസ്ബുക്കിൽ 60 രൂപ വരെ ഇൻട്രസ്റ്റ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് കുറയാനുള്ള ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഓവർഡ്രാഫ്റ്റ് കൂടാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ക്യാഷ് ബുക്കിൽ നിന്നാണ്, പാസ്ബുക്കിലേക്കാണ് നമുക്ക് എത്തിച്ചേരാനുള്ളത്. 60 രൂപ എവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്? പാസ്ബുക്കിൽ കുറച്ച് എഴുതിയിട്ടുണ്ട്. അതെവിടെ രേഖപ്പെടുത്തിയിട്ടില്ല? ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ കോസിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലും പാസ്ബുക്ക് ബാലൻസ് കുറവാണ്. ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ഇത് മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇൻട്രസ്റ്റ് ഡെബിറ്റഡ് ബൈ ബാങ്ക് ₹60. ദെൻ there was a debit in his passbook of ₹100 for bank charges. ഇപ്പോൾ നേരത്തെ ഇൻട്രസ്റ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണിത്. 100 രൂപ പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാസ്ബുക്ക് ബാലൻസ് 100 രൂപ കുറഞ്ഞിട്ടുണ്ട്. ₹100 റെഡ്യൂസ്ഡ് ഇൻ പാസ്ബുക്ക് ആസ് ബാങ്ക് ചാർജസ്. പാസ്ബുക്കിൽ 100 രൂപ ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. ഒരു ഡെബിറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, പാസ്ബുക്കിലെ ബാലൻസ് കുറയും. ഇവിടെയും ക്യാഷ് ബുക്കിലെ ബാലൻസ് ഉയർന്നു നിൽക്കുകയാണ്. ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്കാണ് പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് എമൗണ്ട് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. ബാങ്ക് ചാർജസ് മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തി. അപ്പോൾ ഇത്രയും കോസസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് ബുക്കിലെ എമൗണ്ട് പാസ്ബുക്കിലെ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറയുന്ന സാഹചര്യങ്ങളാണ് പ്ലസ് എമൗണ്ട് കോളത്തിൽ എഴുതിയത്. ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതെല്ലാം കോസസിലാണോ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുതലായി നിൽക്കുന്നത് അവയാണ് നമ്മൾ മൈനസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തിയത്. ഇനി ഈ എമൗണ്ട് കോളങ്ങൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ മൈനസ് എമൗണ്ട് കോളാണ് കൂടുതൽ വരുന്നത്. 10 ഒരു 160. അങ്ങനെ ബാലൻസ് കണ്ടെത്തണം. മൈനസ് എമൗണ്ട് കോളാണ് കൂടുതലെങ്കിൽ നമ്മൾ എന്തായിട്ട് പരിഗണിക്കണം? അൺഫേവറബിൾ ബാലൻസ് ആണ്, അതല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ ബാലൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ആദ്യം ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങിയത്. ദെൻ പ്ലസ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ട എല്ലാ കോസസും രേഖപ്പെടുത്തി, മൈനസ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ട കോസസ് രേഖപ്പെടുത്തി, അതിനുശേഷം ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ മൈനസ് എമൗണ്ട് കോളാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് കിട്ടുന്ന ബാലൻസിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കി? ഓവർ ഡ്രാഫ്റ്റ് അതല്ലെങ്കിൽ അൺഫേവറബിൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിട്ടാണ് നമ്മൾ കണക്കാക്കിയത്. 9360. അപ്പോൾ ഇങ്ങനെയാണ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കിൽ തുടങ്ങി പാസ്ബുക്കിൽ അവസാനിക്കുന്ന ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ ഇലുസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇത് അൺഫേവറബിൾ ബാലൻസിലാണ് തുടങ്ങിയത്. അൺഫേവറബിൾ ബാലൻസിൽ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസ് എഴുതേണ്ടത് മൈനസ് എമൗണ്ട് കോളത്തിലാണ്. ഇന്ന് ചെയ്ത ഇലുസ്ട്രേഷനിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത ദിവസം നമുക്കൊരു ഇലുസ്ട്രേഷൻ കൂടി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.